പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് കർത്താവ് വരുന്നത്. ഇന്നത്തെ ദിവസം ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നന്ദി, സ്തുതിയും സ്വസ്ഥവും ആരാധനയും എല്ലാം കർത്താവിന് കൊടുക്കാം. നമുക്ക് യേശു അത്ര നല്ലവനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കർത്താവെ, അനേകം ആൾക്കാർക്ക് കർത്താവിൻ്റെ വചനത്തിലുള്ള ആ വലിയൊരു ആഴവും ബോധ്യം കൊടുക്കുന്നവർ നന്ദി പറയും. കർത്താവ് വലിയൊരു ഉണർവ് കൊടുക്കുന്നവർ നന്ദി പറയും. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊടുക്കുന്നതിനോർത്ത് കർത്താവ് നന്ദി പറയും. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ കർത്താവെയും പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയോർത്ത് കർത്താവ് സ്തോത്രം ചെയ്യും. ഇൻ ജീസസ് നെയിം ഓഫ് ആമേൻ. Thank you, Holy Spirit. You are taking control of this session. In Jesus' name. Amen. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവ് നമുക്ക് തരുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നമുക്ക് സ്തോത്രം പറയാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശിഷ്യത്വത്തെ കുറിച്ചാണ്. അതായത് ഇന്ന് വാസ്തവത്തിൽ ഇന്ന് ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് സ്റ്റേറ്റ് പ്രീച്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം താമസിച്ചു പോയി. പ്രൈസിലോ. അപ്പൊ ഞാൻ നാളത്തേന് ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ടു ഫ്രഞ്ച് നാളത്തേന് വെക്കാനായിട്ട് തീരുമാനിച്ചു കർത്താവില്. പ്രൈസിലോ. അതുകൊണ്ട് ഇന്ന് മലയാളത്തിൽ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് പ്രൈസിലോ യേശു ക്രിസ്തുവിൽ അതിനുള്ള പ്രേരണയുണ്ടായതിനെ ഓർത്ത് സ്വാഗതം ചെയ്യുന്നു. പ്രൈസിലോ. ഈ ശിഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ശിഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈപ്പിൾഷിപ്പ്, ഇതിൽ പറയുന്ന പല കാര്യങ്ങൾ, ശിഷ്യന്മാര്, ശിഷ്യത്വം, യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ ഡിസൈപ്പിൾഷിപ്പ്? The word for disciple is learner who follows a master teacher. അതാണ് ശിഷ്യൻ എന്ന വാക്കൊരു മാസ്റ്റർ എന്ന ടീച്ചറിനെ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ, യേശുവിനെ, ആ രക്ഷകനെ, കർത്താവിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡിസൈപ്പിൾഷിപ്പ്, എൻ്റെ ശിഷ്യത്തിന്, ശിഷ്യന്റെ കടമ. ആ ഗുരുവിനെ ഫോളോ ചെയ്യുക. അതാണ് ഗുരുവിനെ ഫോളോ ചെയ്യുക. ക്രിസ്ത്യാനിറ്റിയിലെ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുക. ദ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. അതാണ് പറഞ്ഞത്. പുതിയ നിയമത്തിൽ നമുക്കറിയാം, യേശു ക്രിസ്തു മരിച്ചു വരുന്നതിന് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്തിരുന്നു ശിഷ്യന്മാർ മൊത്തം. ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു ഈ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. പത്രോസ്, പൗലോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാസ് ഇസ്കറിയോത്ത. ഒറ്റിക്കൊടുക്കുന്ന അന്നുകൊണ്ട് ഇന്നും ഒറ്റിക്കൊടുക്കാനായിട്ട്, ഒപ്പം നിന്നിട്ട് ഒറ്റിക്കൊടുക്കാനായിട്ട് അനേകം ആൾക്കാർ അന്നുകൊണ്ട് ഇന്നും ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ പേര് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ആത്മീയ കോളത്തില് ഒരാളെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തട്ടിപ്പ് നടത്തിയ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ പേര് പറഞ്ഞിട്ട് ഇല്ലാത്ത തട്ടിപ്പ് വേറെ പരിപാടിയില്ല. നല്ല ആൾക്കാരുണ്ട്, ഞാൻ കണ്ടതിലേക്ക് ഒത്തിരി ആൾക്കാർ. അപ്പൊ അനേകം ആൾക്കാർ ഫോൺ നമ്പർ എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ടായിട്ട് വന്നു, പാസ്റ്റർമാരെന്ന് പറയുന്നവരുണ്ട്. ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഓക്കെ, അതാണ് മറ്റുള്ളവരെ മോശമായിട്ട് മറ്റുള്ളവർക്കെതിരെ പറഞ്ഞു നമ്മുടെ കാര്യം കേട്ട് മറ്റുള്ളവരോട് ഇന്ന് പറഞ്ഞേപ്പിക്കുക. ഇതാ അതാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരുടെ കാര്യം നമ്മള് കുറ്റവും കുറവും പറഞ്ഞു നടക്കുമല്ല. യഥാർത്ഥ ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റാൾക്കാർ നമ്മളെ ബുദ്ധിമുട്ടിക്ക് നമ്മൾ സ്തോത്രം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷം മറ്റുള്ളവരോട് നമ്മൾ പറയുക എന്നതാണ് യഥാർത്ഥ ശിഷ്യന്റെ കടമ. ഞാൻ ഉൾപ്പെടെ ഞാനിപ്പോഴും നേരത്തെ ഞാൻ ആദ്യമൊക്കെ ആൾക്കാരൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ കർത്താവിന്റെ യഥാർത്ഥ പ്രസൻസ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാളെ പറ്റി ഒന്നും പറയാറ്. അല്ലെങ്കിൽ യഥാർത്ഥ ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത്, എ ക്രിസ്ത്യൻ ഡിസൈപ്പിൾ ഈസ് എ പേഴ്സൺ ഹു ഫോളോസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് അക്സെപ്റ്റ് ആൻഡ് അസിസ്റ്റ് ഇൻ ദ സ്പ്രെഡിങ് ഓഫ് ഗുഡ് ന്യൂസ് ഓഫ് സാൽവേഷൻ ത്രൂ ഹിം. അതാണ്, സ്വന്തമായിട്ടല്ല ഒരു ശിഷ്യൻ ചെയ്യുന്നത്, ആ ഗുരുവിലൂടെ ചെയ്യുന്നത്. ആ ഗുരു ചെയ്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു ശിഷ്യനൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞതുമായി കാര്യമേ പ്രഘോഷിക്കാനായിട്ട് ഒരു ശിഷ്യന് പറ്റത്തുള്ളൂ. അതാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, ഞാനിപ്പം എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും, വാട്ട് ഐ ആം സേയിങ് റൈറ്റ് നൗ ഇൻ ഫ്രണ്ട് ഓഫ് എവരിബഡി, the thing what I have seen in my eyes, what I have heard and touched
ഇൻ മൈ ഹാൻഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് എൻ്റെ കൈ കൊണ്ട് തൊട്ടതും, പ്രൈസ് ദി ലോർഡ്, കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതുമായ ആ കാര്യമാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ്? ഇൻ ദാറ്റ് there ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ലൈറ്റ്. there is no sin in ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവില് പാപമില്ല, പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവില് അത് യേശു ക്രിസ്തു പ്രകാശമാണ്. യേശു ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാണ്. ഹീസ് ദ ലൈറ്റ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞത്. അതാണ് നമുക്ക് ഡിസൈപ്പിൾഷിപ്പ് നമ്മൾ പറയുമ്പോൾ ഒത്തിരി ഒരു 3-4 സ്റ്റെപ്പ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പുട്ടിങ് ജീസസ്, പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ പുട്ടിങ് ജീസസ് ഫസ്റ്റ് ഇൻ ഓൾ തിങ്സ്. ഒരു ഡിസൈപ്പിൾ, യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഡിസൈപ്പിൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ഒന്നാമതായിട്ട് പ്രഘോഷിക്കും. ആര് യേശു ക്രിസ്തുവിനെ മാറ്റി ഞാൻ എന്ന് പറയുന്നുണ്ട്, അവര് ദൈവം മാത്രം വെളിപ്പെടുത്തില്ല. ഞാൻ ആദ്യം കേട്ട ചില സമയത്തൊക്കെ പറയത്തില്ല, ഇപ്പോഴാണെങ്കിലും ചില സമയത്ത് ഞാൻ കൈ പോകും ഞാൻ പറയുമ്പോ ഒക്കെ. ആ സമയത്തൊക്കെ ഞാൻ വോയിസ് മെസ്സേജ് അയക്കുന്ന സമയത്തൊക്കെ എന്ന് വാട്സാപ്പിലാണെങ്കിലും ആരോടെങ്കിലും ദൈവാത്മയോട് പറയുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ, ചിലപ്പോൾ യേശു ക്രിസ്തുവിൽ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഞാൻ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ബൈ ചാൻസ് അവരോട് വായിച്ചിട്ട് ഞാൻ പറയും ഇത് ഞാനല്ല, കർത്താവിന്റെ കൃപയാൽ എന്ന് കൂട്ടിച്ചേർക്കണം. കുറച്ച് ആൾക്കാർ മോശമായിട്ട് വിചാരിച്ച് എനിക്ക് തന്നെ എന്റെ നല്ല ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ചില ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ യേശു ക്രിസ്തുവിൽ ഒരു കർത്താവിന്റെ ഒരു ഫോളോവറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഞാനെന്ന വാക്ക് ഉപയോഗിക്കത്തില്ല. ത്രൂ ക്രൈസ്റ്റ് ജീസസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ് ഒരു യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരു ശിഷ്യൻ പറയുന്നത്. എന്ത് കാര്യമാണെങ്കിലും അത് യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരു ശിഷ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കർത്താവിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ, യേശുവിന്റെ കൃപയാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറയുന്നത് വെച്ചാൽ അതാണ് പറയുന്നത് മാർക്കോസ് വിശേഷം 8-34 വാക്യം, ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 8:34. ഇതാണ് അക്കോർഡിംഗ് ടു സ്ക്രിപ്ചർ ബീയിങ് എ ക്രിസ്ത്യൻ ഡിസൈപ്പിൾ ഇൻവോൾവ്സ് പേഴ്സണൽ ഗ്രോത്ത് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോളോയിങ്. അതാണ് ഒരു ശിഷ്യന്മാരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത് പുട്ടിങ് ജീസസ് ഫസ്റ്റ് ഇൻ ഓൾ തിങ്സ്. അതാണ് യേശു ക്രിസ്തുവിനെ എല്ലാത്തിലും നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ കരുതണം. യേശു ക്രിസ്തു നമ്മളല്ലേ, യേശു ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ. എല്ലാം ദൈവത്തിലോടുണ്ടായി. ഇപ്പൊ നമുക്ക് ഒരു അനുകൂലമായിട്ടൊരു കാര്യം ഉണ്ടായാലും പ്രതികൂലമായിട്ടൊരു കാര്യം ഉണ്ടായാലും, അനുകൂലമായിട്ടുണ്ടായത് കർത്താവ് ചെയ്തത് പ്രതികൂലമാണെങ്കിലും തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും യേശുക്രിസ്തു നന്മയ്ക്കായി ചെയ്യും. എതിരാളികൾ പലതും ഉണ്ടായെങ്കിലും വലുതും സഫലവുമായൊരു വാതിൽ പക്ഷെ പറഞ്ഞ പോലെ കർത്താവ് എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. ഒരു ശിഷ്യന് ഏത് സമയത്തും ഒരു ക്രിസ്തു ശിഷ്യന് ഏത് സമയത്തും ക്രിസ്തുവില് വിശ്വാസം ഉണ്ടായിരിക്കും, ഹോപ്പ് ഉണ്ടായിരിക്കും, പ്രൈസ് ലോർഡ്, ട്രസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ആ ഒരു യേശു ക്രിസ്തുവിനെ നമ്മൾ പൂർണ്ണമായിട്ടും പിൻചെല്ലും. എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും ഇത് ദൈവത്താൽ നടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ സൈന്യം നിറയെ ഭേദിക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ കോട്ടമതികൾ ചാടിക്കിടക്കുമെന്ന് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഒരു ശിഷ്യൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രൈസ് ലോർഡ്. അത് മർക്കോസ് സുവിശേഷം 8:34 വാക്യം, ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 8:34. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അതാണ് തന്നെത്താൻ തന്റെ കുരിശും എടുത്തുകൊണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ലോകം എന്തൊക്കെ നമ്മളെ പറ്റി പറഞ്ഞാലും അതെല്ലാം നമ്മൾ വിട്ടുമാറി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതൊന്നും ഈ ലോകത്തിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒന്നുമല്ല. അതാണ് ഈ ലോകത്തിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒന്നുമില്ലാതെ നമ്മൾ ഉടുതുണി വേരിയില്ലാതെ ഈ ലോകത്തിലേക്ക് വന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ജനിച്ചത് ഉടുതുണി വേരിയില്ലാതെ ജനിച്ചത്. അപ്പൊ നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും ഈ ലോകത്തിൽ നമ്മൾ കൊണ്ടുപോകത്തില്ല. അതാണ് ദൈവ നിശ്ചയമാണത്. നമ്മൾ മരിക്കുമ്പം ഒന്നും ഈ ലോകത്തിൽ നമ്മൾ കൊണ്ടുപോകത്തില്ല. കാരണം വെച്ചാൽ ഇന്ന് അനേകം ആൾക്കാർ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി സ്ഥലങ്ങളെ പിടിച്ചു പറിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് സ്ഥലമുണ്ടോ എന്ന് പറഞ്ഞാൽ വീടും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരും പിടിച്ച് പറിച്ചെന്ന് തോന്നുന്നു. എല്ലാവരും സ്വതന്ത്രം ചെയ്ത് ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കട്ടെ. പ്രൈസിലോട്ട്. ഹല്ലേലൂയ. ആരും വിളിക്കാറില്ല. കാരണം ഞാൻ സത്യശുശ്രൂഷ പ്രസംഗിക്കുന്നതിന് എല്ലാവരും എതിരെ നിൽക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ് യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നത് സത്യസുവിശേഷമാണ്. നമ്മളെ സഹായിക്കാൻ ഒരു വ്യക്തിയും കാണത്തില്ല.
ഒരു വ്യക്തിയും കാണത്തില്ല. മരുഭൂമിയിലും ഒത്തിരി ഉണ്ടാവും, ഒരു ഒറ്റപ്പെടലുണ്ടാവും, ഒരു നിരാശകളുണ്ടാവും, ആരും സഹായിക്കാനുള്ള അവസരം ഉണ്ടാവും. അതിലും നമ്മൾ പിടിച്ചു കയറും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ പിടിച്ചു കയറുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഹൗ ടു ഹാഗറ്റ്, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ഏത് രീതിയിൽ പോകലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിൾ പറയുന്ന ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 35 verses 8 ഇതിൽ പറഞ്ഞാല്, മർക്കോസ് വിശേഷം 35 അധ്യായം 8 വാക്യം പറഞ്ഞാൽ, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. യേശു ലോകത്തിൽ ഒരു പ്രവാചകന്മാരും ഒരു വ്യക്തിയും ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒരു പ്രൈം മിനിസ്റ്ററിനും ഒരു പ്രസിഡന്റിനും ഒരു കിങ്ങിനും പറയാത്തതാണ് യേശു ക്രിസ്തു പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം വ്യക്തിക്കും പറയാൻ പറ്റില്ലാത്തതാണ് പിന്നെ യേശുക്രിസ്തു പറഞ്ഞെന്ന് വെച്ചാല്, ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ കളഞ്ഞാൽ ഇത് ഒരു പുല്ലുമല്ല. ഈ രാജക്കന്മാരുടെ തല കണ്ടിക്കാൻ വന്നേ കണ്ടിക്കട്ടെ. കാരണം വെച്ചാൽ ഈ മരണാന്തരം ഒരു ജീവിതം എനിക്കുണ്ട്, ഒരു നിത്യജീവനുണ്ട്. ഈ ലോകത്തിൽ നിന്ന് എല്ലാവരും ഒരു നാളും മരിക്കും. ക്രൈസ്ത ലോർഡ്. അത് യേശുക്രിസ്തുവിനെ പ്രതി മരിക്കുവാണെങ്കിൽ എത്ര ശ്രേഷ്ഠമാണ്. ക്രൈസ്ത ലോർഡ്. അത് യേശുക്രിസ്തുവിനെ പ്രതി നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മരിച്ച് മാറ്റപ്പെട്ട് നിത്യജീവ സ്വർഗീയ കിരീടം പ്രാപിക്കുവാണെങ്കിൽ അത് എത്ര മഹനീയമായ ശ്രേഷ്ഠമാണത്. ക്രൈസ്ത ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ എണ്ണം, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പ്രൈസ് ലോർഡ് സ്വർഗരാജ്യത്ത് നമ്മുടെ പ്രതിഫലം വലുതാണ് എന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് യേശുക്രിസ്തു വഴിയായിട്ട് നമുക്കറിയാം. ഈ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 8:36 വാക്യം പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമല്ല. തന്റെ ജീവന് വേണ്ടി മനുഷ്യന് എന്ത് മറുവില കൊടുക്കും? ഈ ലോകത്തിലുള്ള മൊത്തം നേടി നമ്മൾ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ഈ ലോകത്തിനുള്ള മൊത്തം നേടിക്കഴിഞ്ഞ് ഒരു നാള് നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു ഹൃദയസ്തംഭനം മൂലം, പ്രൈസ് ലോർഡ്, ആരെങ്കിലും പെട്ടെന്ന് മരിച്ചു. എത്രയോ പിള്ളേര് മരിക്കുന്നു, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ദിവസവും, ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അവരൊക്കെ ഈ സമ്പാദിച്ചു വെച്ച് ആര് കൊണ്ടുപോകും? അവരൊക്കെ ഈ കരുതി കൂട്ടി വെച്ച് ആർക്ക് കൊണ്ടുപോകും? സമ്പാദ്യം വേണം. അതിനുള്ള മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്തിട്ടല്ല സമ്പാദിക്കേണ്ടത്. ഒരു ക്രിസ്തു ശിഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യും. ഞാൻ എനിക്ക് എന്തെങ്കിലും സ്റ്റേജിൽ പ്രയോജനം പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു രക്ഷയിൽ ഒരു പൗണ്ടെങ്കിലും ആർക്കെങ്കിലും കൊടുക്കും. പ്രൈസിലോ അതൊക്കെ എടുത്താൽ ചിലപ്പോൾ ഒരു ഡ്രഗ്സ് അടിക്കുക ആയിരിക്കാം, പക്ഷെ എന്നൊരു ചായ മേടിച്ച് ഞാൻ പ്രാർത്ഥിക്കും, ഇത് മോശമായിട്ട് ഉപയോഗിക്കലെന്ന് ഗ്യാരണ്ടിയിലേ ഞാൻ കൊടുക്കുള്ളൂ. അപ്പൊ ദൈവത്തിന് മുമ്പ് എനിക്ക് തെറ്റില്ല. അത് അവരുപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ പ്രശ്നം. ഇന്ന് കർത്താവിന്റെ വചനം സ്റ്റേറ്റ് പ്രസംഗിക്കാൻ പോയി. പ്രസംഗിച്ച് കഴിഞ്ഞ് തന്നപ്പം ഒരു സഹോദരി അവിടെ വന്ന് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വേണം കുടിക്കാനൊക്കെ ആയിട്ട്. ചായ പിടിക്കത്തില്ല, ചായ ഇട്ടുന്നില്ല. ഇല്ല, ഷീസ് ഫ്രം റിമേനിയ. I told I can get one bottle of water. ഇതാണ് പറഞ്ഞത്. ഒരു വെള്ളം കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെള്ളം മേടിച്ചുകൊണ്ട് ആ സഹോദരിക്ക് കൊടുത്തു. റൈസിലോ. അപ്പം ചിലപ്പോൾ ഞാൻ സഹോദരന്മാർക്ക് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ പലപ്പോഴും. റൈസിലോ. അപ്പൊ ഞാൻ പറഞ്ഞാല് ഹോംലെസ് ആയ ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കുമ്പോണ്ടല്ലോ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൊടുക്കുമ്പോൾ അതിന്റെ പ്രതിഫലം വലുതാണ്. ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. ഇതാണ്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ മറുപടിയുമായി എന്ത് കൊടുക്കും? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ബൈബിളും പറയുന്നു, മുഖം മാർക്കോസ് ചാപ്റ്റർ 8 verses 38 ഇതിൽ പറയുന്നത്, വ്യഭിചാരവും പാവവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്റെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജത്തിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. അതാണ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ഇത് ശ്രേഷ്ഠമാണെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. ഇത്രയും നല്ലൊരു ഡെസിഗ്നേഷൻ വേറെ ഇല്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഇത്രയും വലിയ കർത്താവിന്റെ വചനം പ്രസംഗിക്കുക എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ, ഇത്രയും നല്ലൊരു വചനം, ഇത്രയും നല്ലൊരു അവസരം നമുക്ക് വേറെ കിട്ടാനില്ല. കർത്താവിന്റെ വചനം പ്രസംഗിക്കുക എന്നുള്ളത്, അത് യേശുക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡെസിഗ്നേഷൻ നമുക്ക് ഈ ലോകത്ത് കിട്ടാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ അത് ഏറ്റവും വലുതായിട്ട് യേശുക്രിസ്തുവിൽ കാണുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഷക്കല്ലത്തുറക്കനി ഷക്കല്ലത്തുറക്കനി ഷന്തത്തപ്പത്തക്കല്ലത്തുറക്കനി. ഇതാണ്. അപ്പം ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിന്റെ വചനം, ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുക ചില സമയത്തേക്ക് മനസ്സ് പറയും, എന്തിന് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോകുന്നു? എന്ന് തന്നെയല്ലേ ഉള്ളൂ. എന്താ പറയാ, മനസ്സ് പറയുകയാണ്, തന്നെയല്ലേ ഉള്ളൂ, എന്തിന് പോകുന്നു? ഇവിടെ അല്ലേ ഇരിക്കേ, കിടന്നുറങ്ങ്. നിന്റെ മനസ്സ് എന്നോട് പറയും. ഞാൻ പറയും, മനസ്സിനോട് പറയും,
ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിച്ചില്ലേ, ഇനി ആര് പ്രസംഗിക്കും? ഞാൻ പ്രസംഗിച്ചില്ലെങ്കിൽ ആര് പ്രസംഗിക്കും? അതാണ് ഇല്ലെങ്കിൽ എങ്ങനെ കർത്താവിന്റെ വചനം കേൾക്കും? അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിച്ച് ഇതുള്ള അങ്ങനെ കർത്താവിന്റെ വചനം വീണ്ടും പ്രസംഗിക്കുക. അങ്ങനെ പോകുമ്പോഴല്ലോ സ്റ്റേറ്റിൽ പോകുമ്പോൾ ആൾക്കാർ രക്ഷിക്കപ്പെടും. ഇന്നും ആൾക്കാർ 2 പേര് രക്ഷിക്കപ്പെട്ടു. ദിവസവും എവിടെയൊക്കെ ആൾക്കാരിനെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം രക്ഷ നടക്കുന്നുണ്ട്. ആൾക്കാർ രക്ഷിക്കപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെവിടേക്കോ സ്നാനപ്പെടുമായിരിക്കും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സ്നാനപ്പെടും. അവരുടെ ആത്മാവ് സ്വർഗ രാജ്യത്തിലെത്തി. ഒരുവൻ ലോകം മൊത്തം നേടിയാലും കർത്താവിന്റെ വചനം പറയാണ്, ഒരുവൻ സർവ്വലോകം നേടിയ ബുക്ക് ഓഫ് മാർക്ക് ചാപ്റ്റർ 8:36 ഇതിൽ പറയുന്നത് കഴിഞ്ഞാല്, ഫോർ വാട്ട് ഡു ഇറ്റ് പ്രോഫിറ്റ് എ മാൻ ടു ഗെയിൻ ദ ഹോൾ വേൾഡ് ആൻഡ് ഫോർബിറ്റ് ഹിസ് ലൈഫ്, ലൂസ് ഹിസ് ലൈഫ്. പറഞ്ഞ ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തന്നെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അതാണ് യേശു ക്രിസ്തു പറയുന്നത്. കഴിഞ്ഞാല് അതാണ് ഈ ലോകം മൊത്തം നമ്മൾ എത്ര പൈസ നേടി, എത്ര പൈസ കൊണ്ടുണ്ടെങ്കിലും. അതുകൊണ്ട് ഞാനൊക്കെ കത്തോലിക്ക സഭയെന്ന് വരുന്നത്. അവരെ ആരും ബൈബിൾ വായിക്കലില്ല. അവിടെ ഒരു വ്യക്തിയും ബൈബിൾ വായിക്കലില്ല. അച്ഛന്മാരെന്ന് പറഞ്ഞാൽ അവരും വായിക്കില്ല. അവർ ഇടയ്ക്കെല്ലാം വായിച്ചില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആർക്കും വചനം അറിയത്തില്ല. വചനം അറിയാതെ എങ്ങനെ സത്യം അറിയും? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പൈസ ഇങ്ങനെ കൂട്ടി വെക്കും. എന്തിനും പൈസയാണ്. പ്രൈസ് ലോർഡ്. ഖുർആൻ എലിക്കാൻ പൈസ, ഓഫീസ് എലിക്കാൻ. ഞാനൊക്കെ വീട്ടിൽ പറഞ്ഞു, ഓഫീസ് എല്ലിലുണ്ടെന്ന് നരകത്തിൽ പോകുന്ന ഉറപ്പുകൊണ്ടല്ല ഓഫീസ് ഇല്ലെന്ന്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അച്ഛന്മാർക്ക് തന്നെ അറിയാം നരകത്തിൽ പോകുന്നുള്ളത്. ആ ഉറപ്പുകൊണ്ടാണ് ഓഫീസ് എല്ലാം എടുത്തത്. കാരണം 2 കാര്യമാണ്. ഒരു ഓഫീസ് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ആൾക്കാർ വിശ്വാസികളെ പറഞ്ഞ് ഇങ്ങനെ ധരിപ്പിക്കണം, നരകത്തിൽ പോകണമെന്നുള്ള ഉറപ്പാണ്. അങ്ങനെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ഒപ്പീസ് കഴിഞ്ഞാൽ അവരുടെ ജീവിതമാർഗം നടക്കണം. ഒപ്പീസ് ഇരുന്ന് പൈസയുണ്ട്, ചുമ്മാ ഒപ്പീസിൽ. ഒപ്പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചടങ്ങാണ്. അതിന് പൈസ. കുർബാനയിലെന്ന് ഒറ്റ കുർബാന, പാട്ട് കുർബാന, അതിന് സെപ്പറേറ്റ് പൈസ. അപ്പൊ ഇതെല്ലാം അവരുടെ കീശയിലാണ് പോകുന്നത്, ഈ പൈസകൾ മൊത്തം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അവരുടെ ജീവിതം നടക്കും. പക്ഷെ അവര് വിശ്വാസികൾ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ പോകും? നരകത്തിൽ. അത് ഉറപ്പാണ്. അതുകൊണ്ട് ഒരേ ഒരു രക്ഷയുള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. പ്രൈസ് ലോർഡ്. ഒപ്പീസിന്റെ തട്ടുകൂട്ട പരിപാടി ഒന്നും നടക്കത്തില്ല സ്വർഗരാജ്യത്തിൽ. അപ്പൊ അത് നരകത്തിൽ നിന്ന് ഇപ്പൊ പൈസ കൊടുത്ത് റെക്കമെൻഡ് ചെയ്ത് ഒപ്പീസിയിൽ കയറ്റിയ പരിപാടി ഒന്നും നടക്കത്തില്ല. പ്രൈസ് ലോർഡ്. നമ്മളിവിടെ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കും. ആത്മാവിൽ മുതിർഷ്ടാനും എടുത്ത് ആത്മാവിൽ സത്യത്തിനും കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് കിരീടം സ്വർഗത്തിലുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അതിനു വേണ്ടി ആൾക്കാർ അച്ഛന്മാരുടെ കാല് പിടിച്ച് ഒപ്പീസ് ചെയ്യേണ്ടി, പ്രൈസ് ലോർഡ്, കമ്മിറ്റിക്കാരെ കാല് പിടിക്കാനൊന്നും പോകണ്ട. ഞാനൊക്കെ കത്തോലിക്ക സഭയിൽ എപ്പോഴാണ് വിട്ടിറങ്ങി, 2011 വിട്ടിറങ്ങി. സലാം പറഞ്ഞു, ഈ തട്ടുപരിപാടിക്ക് എന്നെ കിട്ടിയാലെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സഭയല്ല നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് യേശുക്രിസ്തുവാണ്. നമ്മളെ എഴുതപ്പെട്ട വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഒരു കത്തോലിക്ക സഭ എഴുതിയ അവരെ കൈകൊണ്ട് എഴുതിയ നിയമത്താലല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എഴുതപ്പെട്ട വചനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് സ്വർഗത്തിൽ പോകുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു സഭയും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. പെന്തിക്കോസ് സഭയുടെ സഭയില്ല. പെന്തിക്കോസിന്റെ അനുഭവമാണ്. പെന്തിക്കോസ് സഭകളിൽ എഴുതപ്പെട്ട നിയമം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. എഴുതപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു സ്നാനം എടുത്ത് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിച്ച്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ദൈവമഹത്വത്തോടു കൂടി നമുക്ക് സ്വർഗരാജ്യത്തിലോട്ട് ചെല്ലാനായിട്ട് പറ്റും. കർത്താവിന്റെ വചനം എങ്ങനെയാ പറയുന്നത്? ഏതൊരു സഭയോ സംഘടനയോ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കി നമുക്കറിയാം വിശ്വാസികളോ എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. പോകത്തില്ല. കാരണം വെച്ചാൽ വചനം സത്യമാണ്. ഒരു വ്യക്തിയോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. യേശു ക്രിസ്തുവോട് മാത്രം പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഈ ലോകം മൊത്തം വെട്ടിപ്പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അർഹതപ്പെട്ട കുടുംബ സ്വത്ത് കെട്ടാതെ പിടിച്ചു വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതൊക്കെ നിങ്ങൾ എന്ന് മരിക്കുമ്പോൾ ആരൊക്കെയോ ഉപയോഗിക്കും. നിങ്ങൾ ഉപയോഗിക്കുകയല്ല, നിങ്ങളുടെ തലമുറകളും ചിലപ്പോൾ ഉപയോഗിക്കത്തില്ല. ആരൊക്കെയോ എടുത്ത് ഉപയോഗിക്കും. പ്രൈസിലോ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, യേശു ക്രിസ്തുവില് നമ്മൾ ആയിരിക്കുമ്പോൾ, അപ്പൊ നമ്മൾ യേശു ക്രിസ്തു ശിഷ്യന്മായിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഹൃദയം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ നമ്മൾ ഉദ്രവിക്കാൻ പോകത്തില്ല. കാരണം വെച്ചാൽ യേശു ക്രിസ്തുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ യേശു ക്രിസ്തുവിലൂടെയാണ് എനിക്ക് സകലം കിട്ടുന്നത്. ജോബ് പറഞ്ഞതെന്നു വെച്ചാൽ എല്ലാം ദൈവം തന്നു, ദൈവം എടുത്തു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ സഹോദരന്മാർ നഷ്ടപ്പെട്ടു, വെച്ചാൽ എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, എനിക്കുള്ള സകലവും നഷ്ടപ്പെട്ടു. പക്ഷെ ജോബ് പറയുവാണ്, ഇതൊന്നും ഞാൻ ഇതൊരിക്കലും കർത്താവിനെതിരെ പറഞ്ഞില്ല. കാരണം ഇത് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മാറ്റപ്പെട്ടെന്ന് ജോബ് പറഞ്ഞു. എല്ലാം ദൈവമാണ് കൊടുത്തത്, ജോബിന് കൊടുത്തത്. അതുകൊണ്ട് തന്നെ
നമുക്കറിയാം ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാല് നമുക്കറിയാം യോബിന്റെ പുസ്തകം 42 അധികം നമ്മൾ വായിക്കുന്നത് നമുക്കറിയാം. എന്നാ യോബിന്റെ പുസ്തകം യോബിന്റെ പുസ്തകം 42 അധികം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന് നഷ്ടപ്പെട്ടത് ഇരട്ടിയായിട്ട് നമ്മുടെ സ്വർഗത്തിലെ ദൈവം കൊടുത്തു. നമ്മുടെ സ്വർഗത്തിലെ ദൈവം ഇരട്ടി ദൈവം തരുന്ന ദൈവമാണ്. ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം മൾട്ടിപ്ലിക്കേഷൻ തരുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം വാഴ്ചകളെയും അധികാരങ്ങളെല്ലാം ആയുധവർക്കും വെപ്പിച്ച് ക്രൂശിൽ എന്തായ ശക്തിന്മേൽ ജയത്തിന് ഉത്സവം കണ്ടാടിയ ദൈവമാണ്. ഇപ്പൊ നമുക്ക് പറയുന്നത് രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഫോളോയിങ് ജീസസ് ടീച്ചിങ്സ്. അതാണ് യേശു ക്രിസ്തുവിന്റെ ടീച്ചിങ്സ് ഫോളോ ചെയ്യും. ബൈബിൾ പറഞ്ഞത് മാറ്റി പറയത്തില്ല. യേശുക്രിസ്തു ലോകരക്ഷനാണ് ഇന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷ്ഠിക്കും വരുമ്പോൾ യേശുക്രിസ്തുവിനെ തള്ളി പറയല. സത്യവചനത്വം ഈ ദൈവം ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരണം പ്രാപിക്കും. അതാണ് യഥാർത്ഥ ശിഷ്യൻ. കഴുത്ത് കണ്ടിച്ചാലും മരണം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. യാക്കോവിനെ കഴുത്ത് കണ്ടിച്ച കയറാതാവും. എന്നിട്ട് യാക്കോവ് പറഞ്ഞ യേശു ക്രിസ്തു അല്ലെന്ന് തള്ളി പറഞ്ഞില്ല. യേശു തന്നെ ശിഷ്യൻ എന്ന് ക്രിസ്തു എന്ന് യാക്കോവ് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞു. രാജാക്കന്മാരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞു. പത്രോസ് ഏറ്റു പറഞ്ഞു. കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും ഈ ദൈവമാണ് യേശു ക്രിസ്തു എന്ന്, യേശുവാണ് ദൈവം എന്ന് ഏറ്റു പറഞ്ഞു. അങ്ങനെ ഏറ്റു പറഞ്ഞപ്പോൾ, പൗലോസ് ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാരാഗ്രഹം കുലുക്കി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പത്രോസിനെയും പൗലോസിനെയും കാരാഗ്രഹത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നു. അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം കർത്താവിന് വേണ്ടി എന്നാൽ കർത്താവ് നമുക്ക് വിടും. കർത്താവിന് വേണ്ടി നിൽക്കുന്നവനെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹോണർ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇരട്ടി മാന്യത തന്ന് മാന്മിയും കരുണയും മൊത്തം നമ്മുടെ ആയുഷ്കാലം ഒരു ശിഷ്യന്റെ, ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ മൊത്തം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നു, ആദ്യം അവന്റെ രാജ്യത്തെയും അവർ രാജ്യം നീതി അന്വേഷിക്കും, അതോടുകൂടി സകലതും നമുക്ക് കിട്ടും. നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടത് സകലതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വഴി നമുക്ക് പ്രദാനം ചെയ്ത് കഴിഞ്ഞു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത് ഗോസ്പൽ ജോൺ ചാപ്റ്റർ 8 വേഴ്സസ് 31 ഇതിൽ പറഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം 8:31 വാക്യം പറയുന്നത്, തന്നെ വിശ്വസിച്ച യഹൂദരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാർ. വചനത്തിൽ നിലനിൽക്കണം. അതാണ് ഇന്ന് സത്യവചനം പറയുവാണ്. സത്യവചനം പറയുമ്പം ഈ ലോകത്തിൽ ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട മുഴുവൻ സ്ഥാനം എടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. They are not agreeing the commandment of the Lord. What is the commandment of the Lord? You have to born again and take full water baptism. Praise the Lord. And preach the good news to the Gentiles, to the nations. അതാണ് നീ എന്നോട് ചോദിച്ചുകൊള്ളുക, ജാതികളെ നിനക്ക് അവകാശമായിട്ട് തരും. ആര് ചോദിക്കും? ജാതികളാണ് ചോദിക്കുന്നത്. അല്ല, യേശു ക്രിസ്തുവിനെ. അതാണ് സൃഷ്ടി. ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആരാണ് ചോദിക്കേണ്ടത്? ദൈവപുത്രന്മാര് യേശു ക്രിസ്തുവിനോട് ചോദിക്കണം. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞു വെച്ചാല് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. പ്രൈസ് ദി ലോർഡ്. സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. വേഴ്സ് 32. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്. സത്യം അറിയും, സത്യം നമ്മളെ സ്വതന്ത്രമാക്കി. സത്യം എന്താണ്? അതാണ് യേശു ക്രിസ്തുവിൽ ജനിച്ചത്. എല്ലാവരും ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. അതാണ് സത്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യേശു ക്രിസ്തുവിലൂടെ നമുക്കറിയാം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല വെളുത്തെയും ചവിട്ടോടെ അധികാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന്റെ തിരക്തത്താൽ നമുക്ക് തന്നു കഴിഞ്ഞു. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇരട്ടി ശക്തിയോട് കൂടി നമുക്ക് ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവും ശക്തിയും അധികാരവും പിതാവായ ദൈവം യേശു ക്രിസ്തുവോട് നമുക്ക് തരിക തന്നെ ചെയ്തു. നമ്മളോട് തരിക തന്നെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുന്നതാണ് ജെയിംസിന്റെ യാക്കോബിന്റെ ലേഖനം 1:22 വാക്യം പറയുന്നത്, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. വി ഷുഡ് ബി ദ ഡൂവേഴ്സ് ഓഫ് ഗോസ്പൽ. പ്രൈസ്. ഇത് പറയുന്നത് അതാണ് യോഹന്നാൻ സുവിശേഷം 14:21 വാക്യം പറയുന്നത്, എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവരാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ചു. അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കർത്താവ് സ്നേഹിച്ചു തന്നെ. കർത്താവ് മറ്റുള്ളവരെ തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. കർത്താവ് എന്ന് വെച്ചാൽ ലോകത്തിലേക്ക് വന്നത് സ്നേഹം, പിതാവ് പിതൃവും പരിശുദ്ധാത്മാവുള്ള സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. അതാണ് കർത്താവ് മറ്റുള്ളവർ ചെയ്തത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചിരിക്കുന്ന സ്നേഹം മറ്റുള്ളവരുടെ കാണിച്ചു കൊടുത്തു. ഇന്ന് നമ്മളൊക്കെ എന്ന് കഴിഞ്ഞാൽ സ്നേഹം ചുമ്മാതെ വചനം പറയുമല്ല. ചിലപ്പോൾ നമുക്കറിയാം ഹംഗ്രി ആയെന്ന് പറഞ്ഞാൽ
വിശന്നിരിക്കുന്ന ഒരാളോട് നമ്മൾ പോയി ഞാൻ ഒരിക്കലും അതിനും പറയാറില്ല. വിശന്ന് ഹോംലെസ് എസ്റ്റേറ്റ് ഹോംലെസ് ആയിരിക്കുന്ന ആൾക്കാരോടൊക്കെ വീടും കഞ്ഞി കുടിക്കാനും നിവൃത്തിയില്ലാത്ത ആൾക്കാർ ഞാൻ പോയി ഇങ്ങനെ വചനം പറയാം. ഞാൻ അവരോട് ഹലോ ഹായ് ഹവായി എന്നൊക്കെ ഞാൻ പറയും പോയിട്ട്. അവരോട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ചായ മേടിച്ച് തരട്ടെ എന്ന് പറയും. ഒരു ചായ മേടിച്ച് കൊടുക്കും. ഒരു പപ്സ് അല്ല, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രച്ച് പോയിട്ട് ലാറ്റെ എന്ന് പറയും. ലാറ്റയും അതേപോലെ തന്നെ സ്റ്റീക്ക് ബേക്ക് അല്ല ചിക്കൻ ബേക്ക് ഓർ അല്ല പിസയുടെ കട്ട പീസ് ഓഫ് പിസ ഇതൊരെന്തെങ്കിലും വാങ്ങിക്കൊടുക്കും. ചിലപ്പോൾ ചിപ്സും ചിലക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് റൈസിലോ. അപ്പം ചിക്കൻ ലെഗ്സും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ KFC ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് റൈസിലോട്ട്. ഹെലിയ എന്തെങ്കിലുമൊക്കെ അവർക്ക് വാങ്ങിച്ചാൽ കൊടുക്കും. എന്നിട്ട് അവരോട് അതിനൊന്നും പറയില്ല. ഹലോ ഹവായി ഞാൻ പോരും. പക്ഷേ ഞാൻ വചനം പറയുന്നവരെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് റൈസിലോ. അങ്ങനെ കേട്ട് ചില ആൾക്കാർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ കൂടി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാർ റൈസിലോ എൻ്റെ അടുത്ത് കൊണ്ട് ദേഷ്യപ്പെട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരോടും അവരോട് വചനമൊന്നും പറയാൻ പോയിട്ടില്ല. വചനം പറയുന്നവർ കേട്ട് അവർക്ക് പിന്നെ ചായക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ അവർക്ക് എന്ത് സന്തോഷമാണെന്നറിയാം റൈസിലോ. ഹല്ലേലൂയ. നമ്മളെ കർത്താവിന്റെ വചനം എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിന് ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. പരിശുദ്ധാത്മ നമ്മൾ സന്തോഷിക്കുന്നതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രത്യേകത എന്നാണ്? മറ്റുള്ളവരെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ദാഹിച്ചിരിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക. അത് കഴിഞ്ഞാണ് വചനം. ചുമ്മാതെ തളർന്ന് വ്യസനി കിടക്കുന്ന ആൾക്കാരോട് ദൈവം അത് ചെയ്തതുകൊണ്ട് യാതൊരു കാര്യമില്ല. അവർക്ക് വേണ്ടത് ഒരു നേരത്തെ ഭക്ഷണമാണ് പറയുന്ന. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ച് അവർക്ക് കൊടുക്കും. അങ്ങോട്ടൊന്നും പറയാൻ പോകണമെങ്കിൽ വന്നാൽ മതി, ബാക്കി കർത്താവ് ചെയ്തോളൂ. റൈസല്ലോ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന യഥാർത്ഥ സുവിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റൈസല്ലോ. ഹല്ലേലൂയ. യഥാർത്ഥ സുവിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം സുവിശേഷം എന്ന് പറഞ്ഞാല് ദാരിദ്ര്യത്തിരിക്കുന്ന ആൾക്കാരോട് ബൈബിളല്ല പ്രസംഗിക്കുക. ദാരിദ്ര്യ ആൾക്കാർ ജീസസ് ക്രൈസ്റ്റ് ലവ്സ് യു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു നാൾ നേരത്തെ ഭക്ഷണം കൊടുത്തിരിക്കുന്നത് പോന്നോളുക. ബാക്കി കർത്താവ് ചെയ്തോളൂ. നമ്മൾ വായിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഒരു ക്രിസ്തു ശിഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിതാവായ ദൈവം സ്വർഗത്തെ കണക്കിട്ട് കഴിഞ്ഞു. സ്വർഗത്തിലെ സർവ്വ ദൂതന്മാരും നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം നോട്ട് ചെയ്ത് കഴിഞ്ഞു. നിന്റെ വഴികൾ നിന്നെ കാക്കാൻ തവണ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലയുടെയും മേൽ നീ ചവിട്ടി നടക്കും. സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒറ്റി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ വിടുവിക്കും. എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവനെ മഹത്വപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്. യേശുക്രിസ്തുവിനെ പ്രവേശിക്കുന്ന ഒരാള് പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ വചനം കർത്താവിന്റെ ശിഷ്യന്മാരോട് പറയുന്നത് ആദ്യം അവന്റെ രാജ്യവും നീതിയെ അന്വേഷിപ്പിൻ. അതോടുകൂടി നമ്മുടെ ജോലി, വിസ, സാമ്പത്തിക മേല, വരുമാന മാർഗം. ഞാനൊക്കെ UK ഒത്തിരി ആയി. എന്തോരം എന്നിട്ട് ബുദ്ധിമുട്ടിച്ചെന്നറിയാവും. എന്റെ ശത്രുക്കള് ഇല്ലാത്ത കള്ളത്തരങ്ങളും ഞാനെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവര് തന്നെ തകർന്ന് നയിച്ചില്ലാതാവല്ലാണ്ട് എനിക്കെന്തെങ്കിലും പറ്റുമോ? ഞാൻ കർത്താവിന്റെ അഭിഷക്തനാണ്. എന്നെ പീഡിക്കുന്നവർ അവരും അവരുടെ തലമുറകളും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുമില്ലാതെ മാറ്റപ്പെടുവല്ലാണ്ട് എനിക്കൊന്നും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് വീണ്ടും കർത്താവ് ഒരു വഴി പിന്നെയും തുറന്നു തരും. ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന എനിക്ക് വീണ്ടും കർത്താവ് വേണി അല്പം താമസിക്കുമായിരിക്കും, അല്പം മനുഷ്യപരമായിട്ട്. പക്ഷേ എന്റെ ശത്രുക്കളെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തിയിട്ടാണെങ്കിലും കർത്താവ് ചെയ്ത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം വിശ്വസനാണ്. സർവശക്തനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിപ്പം വിളിച്ച ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ, സംഖ്യ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംഖ്യ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് വായിക്കാടായിരുന്നു. ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ പുസ്തകം വായിച്ചു. സംഖ്യ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ മരുഭൂമിയിലെ ഇസ്രായേൽ ജനം നമുക്കറിയാം. ഒരു മിനിറ്റ് വായിക്കാൻ അറിയിക്കുന്നു. റീഡിങ് ഇത് പറയുന്ന സംഖ്യ പുസ്തകം അത് 9 അധ്യായം 10 അധ്യായമൊക്കെ നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം. സംഖ്യ പുസ്തകം 10 അധ്യായം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ലാസ്റ്റ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ അവിടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു കൊടുക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ചെയ്തു കൊടുത്തു എങ്കിൽ തന്നെയും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും അവർക്ക് ഞാനിപ്പം ഇവിടെ ഇസ്രായേൽ ജനം പറയുകയാണ്, പുറകോർക്കുവാണ്. യേശുവിനോട് കർത്താവിനോട് പുറകോർക്കുകയാണ്. ഞാനിപ്പം ഇസ്രായേൽ ആയിരുന്നപ്പം എനിക്ക് പിന്നെ വെള്ളരിക്ക ഉണ്ടായിരുന്നു, കുക്കുംബർ ഉണ്ടായിരുന്നു, പ്രൈസ് ദി ലോർഡ്, ഉള്ളി ഉണ്ടായിരുന്നു, വെളുത്തുള്ളി ഉണ്ടായിരുന്നു, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഗാർലിക്കോടെ ഇതൊക്കെ പറഞ്ഞു ഇതെല്ലാം കിട്ടുമായിരുന്നു കുറഞ്ഞ വിലയിൽ. എനിക്ക് ഇറച്ചി ഉണ്ടായിരുന്നു പറഞ്ഞു. ഇവിടെ എനിക്ക് അതൊന്നുമില്ല. കർത്താവ് മോശയോട് പറഞ്ഞു,
നിങ്ങൾക്ക് ഇറച്ചി ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസം നിങ്ങൾക്ക് മതി വരുവോളം നിങ്ങൾക്ക് തരും. പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് ഇറച്ചി നിങ്ങൾക്ക് തരുമെന്ന് കർത്താവിനോട് പറഞ്ഞു, ഇസ്രായേലിനോട് പറഞ്ഞു. പ്രൈസ് ലോർഡ്. കാടപ്പക്ഷി അവർക്ക് തിന്നാനായിട്ട് അവർ ഇറച്ചി കർത്താവ് കൊടുത്തു. പ്രൈസ് ലോർഡ്. കാരണം വെച്ചാൽ അവരെ അവിശ്വാസം കർത്താവിന്റെ പ്രവർത്തിച്ചാൽ കർത്താവ് സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് എന്തിൽ അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും തകർന്നു കിടക്കുന്ന അവസരത്തിൽ എങ്ങനെ രക്ഷപ്പെടും? ഒരാളും രക്ഷപ്പെടുത്താൻ ഇല്ലല്ലോ. അതാ കർത്താവിന് വേണ്ടത്. ഒരാളും രക്ഷപ്പെടുത്താൻ ഇല്ലാത്ത അവസ്ഥ കർത്താവിന് വേണ്ടത്. അവിടെയാണ് കർത്താവിന്റെ കരം ചലിക്കുന്നത്. ഒരു ശിഷ്യനാണോ നിങ്ങൾ? പ്രൈസ്. അത് ഇസ്രായേൽ ജനം മൊത്തം ദൈവത്തിന്റെ ശിഷ്യരായിരുന്നു, ദൈവത്തെ ഫോളോ ചെയ്ത ആൾക്കാരായിരുന്നു. സർവശക്തനായ യഹോവയെ ഫോളോ ചെയ്ത വ്യക്തികളായിരുന്നു ഇസ്രായേൽ ജനം മൊത്തം. അവർക്ക് വേറൊരു ചിന്തയില്ല. അതാണ് നമുക്കറിയാം, പകൽ മേഘസൗമ്യ രാത്രി അഗ്നി തൂണുമായിട്ട് ഇസ്രായേൽ ജനത്തെ കർത്താവ് നയിച്ചു. പ്രൈസ് ലോർഡ്. ആ സഭാഗമന കൂടാരം നമുക്കറിയാം, ടർബർനാക്കിളിൽ ആർക്കോത്ത കവൻ ടർബർനാക്കിൾ നമുക്കറിയാം. സാക്ഷ്യ കൂടാരത്തില് എന്ന് പറഞ്ഞാല് ഒരു മേഘം വരുമായിരുന്നു. മേഘമോടെ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെടത്തില്ല. മേഘം അതിൽ നിന്ന് പൊങ്ങുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. കർത്താവ് അവർക്ക് സൈൻ കൊടുത്തിരുന്നു, കർത്താവ് അവർക്ക് കാഹളം കൊടുത്തിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അവർക്ക് വേണ്ട രീതി പരിപാലനമെല്ലാം കർത്താവ് കൊടുത്തിരുന്നു. ഒരു ശിഷ്യന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. ഈ എത്ര തകർച്ച വന്നാൽ ഈ ദൈവം എന്നെ കൈപിടിച്ച് നടത്തും. ഇപ്പൊ ജോലിയില്ലാത്ത അവസ്ഥ വരും, റെന്റ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ വരും, കടഭാരങ്ങൾ വരും. എങ്കിലും ഇത് നാം തീക്കൂടെ നടന്നു കഴിഞ്ഞാലും വെള്ളത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാലും ഇതൊന്നും നമ്മളെ കീഴ്പ്പെടുത്തത്തില്ല. അഗ്നിജ്വാല നമ്മളെ ദഹിപ്പിക്കത്തില്ല. ഇതാണ് ഒരു ശിഷ്യന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ തീയിൽ കൂടെ നടന്നു കഴിഞ്ഞാലും വെള്ളത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാലും അഗ്നിജ്വാല നമ്മളെ ഒന്നും നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. ഒന്നും ഒരിക്കലും ദോഷം നമുക്ക് വരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവിൽ ആശ്രയിക്കുന്നവർ. ഒരു ശിഷ്യൻ പറയണം, ഇന്ന് ഞാൻ പരാജയപ്പെട്ടു, ആൾക്കാരുടെ മുമ്പിൽ പരാജയപ്പെട്ടു, പക്ഷെ കർത്താവിനെ ഞാൻ ആശ്രയിക്കുന്നു. നീതിവാൻ 7 പ്രാവശ്യം വീണാൽ പിന്നെ കേൾക്കും. നിങ്ങൾ വാഗോണ്ട് പറയണം, കർത്താവിൽ ആശ്രയിക്കുന്നവരോ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. എത്ര ഓടിയാലും ഞാൻ തളർത്തില്ല, ഒറ്റ ഓടെങ്കിലും ഓടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഇന്ന് തന്നെ ചെയ്തു, നാളത്തേന് മാറ്റി വെക്കരുത്. ഈ സത്യസുവിശേഷം 2 പേരോട് ഇന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഇന്ന് പറയണം. Tonight, if you are getting life, what you will do it? How you will preach the gospel tomorrow? The people, those who are in the hell, in the heaven or whatever. Praise the Lord. അതാണ്, ഒരാൾ മരിച്ച ഒരാൾക്ക് കർത്താവിനെ പ്രഘോഷിക്കാൻ പറ്റത്തില്ല. They are not the people, those who got died, they are not at all allowed to preach the gospel again. അതാണ്, മരിച്ച ഒരാൾക്ക് കർത്താവിന്റെ സുവിശേഷം ഈ ഭൂമിയിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. ദൈവദൂതന്മാർ they are not at all allowed to touch ജീസസ് ക്രൈസ്റ്റ് നെയിം ഇൻ ദർ ടങ്. അതാണ്, ദൈവദൂത ഗണങ്ങള് യേശുക്രിസ്തുവിന്റെ രക്ഷ പ്രഘോഷിക്കാൻ പറ്റത്തില്ല. ഒരേ ഒരു വ്യക്തി മാത്രം നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുക്രിസ്തുവിന്റെ രക്ഷയനായിട്ട് സ്വീകരിച്ച ഈ ഒരു വേർപെട്ട ജീവിതം നയിക്കുന്ന ഒരു ഈ ദൈവജനത്തിന് മാത്രമേ യേശുക്രിസ്തുവിന്റെ രക്ഷയനായിട്ട് പ്രഘോഷിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ന് കിട്ടുന്ന അവസരം നമ്മളെ കളയരുത്. ആൾക്കാരെ പുച്ഛിക്കും, ആൾക്കാർ നമ്മളെ തള്ളിപ്പറയും. ഞാനൊക്കെ സീറ്റ് പ്രസംഗിക്കുമ്പോൾ എത്ര പേര് പുച്ഛിച്ചിട്ടുണ്ട്. ഏറ്റവും വിഷമം തന്നെ മലയാളികൾ തന്നെ, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാർ തന്നെ ഇത്രമാത്രം പുച്ഛിച്ചു. പക്ഷെ അവരെ ഞാൻ നോക്കാൻ പോയിട്ടില്ല. എന്നെ രക്ഷിച്ച, ഈ മരണത്തിൽ രക്ഷിച്ച, ഒന്നുമില്ലാത്ത അവസ്ഥയും രക്ഷിച്ച, ജീവിക്കാൻ ഓർത്തില്ലാത്ത അവസ്ഥയും തന്നെ രക്ഷിച്ച ഈ സത്യ ദൈവത്തെ ഞാൻ പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് ദി ലോർഡ്. ആൾക്കാരെ ഞാൻ നോക്കത്തില്ല, സൈന്യബലത്തെ ഞാൻ നോക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൈന്യബലം അതാണ്. ഒരു സൈന്യം നേരെ എന്റെ മുമ്പിൽ പാളെ ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുത്തില്ല. കാരണം ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിന്റെ സർവശക്തനായ ദൈവത്തെയാണ്. ഇസ്രായേലിന്റെ സർവശക്തനായ ദൈവത്തെ ഞാൻ പിടിച്ചിരിക്കുന്നത്. ഞാൻ ഒന്ന് പിടിച്ചിരിക്കുന്നു, പിമ്പിനുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളത് ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഞാൻ പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ളത് ലക്ഷ്യമാക്കി ഓടുന്നു. ഇറ്റേണൽ ക്രൗൺ. പ്രൈസ് ദി ലോർഡ്. നിത്യരക്ഷ, നിത്യജീവിതം. സർവ്വപ്രവാചകന്മാരും അതുപോലെ തന്നെ രാജാക്കന്മാരും നിങ്ങളെന്ന് കാണാൻ പറ്റിയത് കാണാൻ വേണ്ടി ആഗ്രഹിച്ചു, പക്ഷെ എന്നാൽ അവരെ കണ്ടില്ല. കേൾക്കാൻ പറ്റിയ ആഗ്രഹിച്ചു, എന്നാലും കേട്ടില്ല. യേശുക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സത്യജനമാണ് നമ്മളെല്ലാവരും, വിശുദ്ധ ജനമാണ് നമ്മളെല്ലാവരും. അതാണ് യേശുക്രിസ്തു പറയുന്നത്, നമ്മൾ രാജകീയ പുരോഹിത വംശവും വിശുദ്ധ ജനവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. മുമ്പേ നമ്മൾ ജനമല്ലായിരുന്നു, നമ്മൾ ജനം യേശുക്രിസ്തുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം. അതുകൊണ്ട് തന്നെ ഒരു യേശുക്രിസ്തു ഇന്ന് 2 സെക്ഷനെ പറഞ്ഞിട്ടുള്ളൂ, നിർത്തുവാണ് ഞാൻ. ഒരു യേശു ശിഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഒരു ക്രിസ്തു ശിഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഫോളോയിങ് ദ ടീച്ചിങ്, ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ് ടീച്ചിങ്സ്. അതാണ് യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മളെ പ്രഘോഷിക്കുന്ന വ്യക്തികളായിരിക്കണം.
ഒരു ഫോളോവർ ക്രൈസ്റ്റ്. ഫസ്റ്റ് യേശു ക്രിസ്തുവിനെ നമ്മൾ ശിഷ്യന്റെ പ്രത്യേകത വെച്ചാൽ യേശു ക്രിസ്തുവിനെ നമ്മൾ എല്ലാത്തിനും ഉപരിയായിട്ട് കാണണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും ഫസ്റ്റ് നമ്മൾ യേശു ക്രിസ്തുവിന് കൊടുക്കണം. എന്ത് കാര്യം ചെയ്താലും വാക്കിനാലും പ്രവർത്തിയാലും എന്ത് ചെയ്താലും യേശു ക്രിസ്തുവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യാനായിട്ട് ചെയ്യുന്ന വിശുദ്ധന്മാരായിരിക്കും. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത സെക്ഷനിൽ ഒരു ശിഷ്യത്വത്തിന്റെ ഒരു സെക്കൻഡ് സെക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് സെക്ഷൻ ഇതുകൊണ്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അപ്പം ഇന്ന് കേട്ട് ഇന്ന് ഒരു ശിഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ശിഷ്യന്റെ പ്രത്യേകത. രണ്ടാമത്തെ കാര്യം ഒരു 5 പോയിന്റ് അതിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, പുട്ടിങ് ജീസസ് ക്രൈസ്റ്റ് ഫസ്റ്റ് ഇൻ ഓൾ തിങ്സ്. എല്ലാ കാര്യത്തിലും യേശു ക്രിസ്തുവിനെ ഒന്നാമതായിട്ട് നമ്മൾ ഇടണം, ക്രിസ്തു ശിഷ്യൻ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ് ടീച്ചിങ്. യേശു ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളായിരിക്കണം യേശു ക്രിസ്തു ശിഷ്യന്മാർ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഷൈജി പി, ഗോഡ് ബ്ലസ് യു. ടോമിൻ മാത്യു, ഗോഡ് ബ്ലസ് യു. ക്രിസ്ല ലേവി, ഗോഡ് ബ്ലസ് യു. പി വി ചന്ദ്രബോസ്, ഗോഡ് ബ്ലസ് യു. എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്തു. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. പിതാവ് നന്ദിയോട് ചോദിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവ്, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ വചനം കേട്ടതിനോർത്ത് കർത്താവ് സ്തോത്രം ചെയ്തു. പിതാവിനെയും പുത്രനെയും വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവ്, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്ത് കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശിഷ്യത്വത്തിന്റെ പ്രത്യേകത, ഇത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ അനേകം ആൾക്കാർക്ക് ദൈവരാജ്യത്തിലേക്കുള്ള ആ വലിയ കർത്താവ് ആ റെവലേഷൻ കൊടുക്കണമെന്ന് കർത്താവ്. ഈശ്വരന്റെ നാമത്തിൽ കർത്താവ്, രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവ്. യേശുവിന്റെ തിരത്ത് വെച്ച് പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് ഇന്ന് സ്റ്റേറ്റ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ രോഗികളായ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ തന്നെ സൗഖ്യം പ്രാപിച്ചു കൊടുക്കുന്നത് നന്ദി പറയുന്നു കർത്താവ്. അന്ധകാര ശക്തികൾ ആ മനസ്സിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന അവസ്ഥയോർത്ത് കർത്താവ് സ്തോത്രം ചെയ്ത് അവർ അന്ധകാശ പ്രവർത്തനത്തെ ബ്രേക്ക് തകർത്ത് പുരക്കളൻ ശബ്ദത്താക്ക് എല്ലാ മേലും കർത്താവ് ഈ സുവിശേഷ വേറെ തുറന്നു വരട്ടെ കർത്താവ്. മനസ്സിനെ മട്ടിപ്പിക്കുന്ന ചിന്തകൾ മാറ്റുമാട്ടെ യേശുവിന്റെ നാമത്തിൽ. പുതിയൊരു ഉണർവുണ്ടാകട്ടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ. ഇൻ ജീസസ് നെയിം. ഷക്കല്ല തുരക്കണം. ഇൻ ജീസസ് നെയിം ആട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് യേശുക്രിസ്തുവിനെ ആദ്യം ഉത്സാഹിപ്പിക്കുന്നു. എല്ലാവരും യൂട്യൂബ് ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, ഉത്സാഹിപ്പിക്കുന്നു. God bless you.